വീണ്ടും സ്വാഗതം. 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ജാർഖണ്ഡ്. സംസ്ഥാനത്തെ 14 സീറ്റുകളിലേക്ക് 4 ഘട്ടമായി വോട്ട് രേഖപ്പെടുത്തുന്ന ജാർഖണ്ഡിൽ 3ാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത്. ഗിരിധി, ധൻബാദ്, റാഞ്ചി, ജംഷഡ്പൂർ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇനി ഒരു ഘട്ടം കൂടി മാത്രം അവശേഷിക്കുന്നു. മനു, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 2019 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ NDA 12, UPA അന്ന് UPA ആയിരുന്നു, UPA 2 എന്നതായിരുന്നു സാഹചര്യം. JMM 1, കോൺഗ്രസിന് 1. ഇത്തവണ അത് ആവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം BJPയെ സംബന്ധിച്ചുണ്ടോ? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംസ്ഥാനത്തെ ജനങ്ങൾ കൈവിട്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നൊരു തിരിച്ചുവരവ് BJPയെ സംബന്ധിച്ച് സാധ്യമാകുമോ? അല്ല, ഈ ജാർഖണ്ഡിൻ്റെയും ഒരു സ്വഭാവം, അവിടെ പ്രാദേശിക ഈ വികാരങ്ങൾ പലപ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഈ ഘട്ടത്തിലൊക്കെ ഇനി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചില മണ്ഡലങ്ങളൊന്ന് ഇവിടെ ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ ഹസാരിബാഗ് എന്ന മണ്ഡലം, ജയന്ത് സിൻഹ അവിടെ കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി ജയിച്ചത് 4,79,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ ഈ വോട്ടുകൾ ഇത്രയും മറികടക്കാൻ കഴിയണമെങ്കിൽ 5 ലക്ഷം വോട്ട് കോൺഗ്രസിലേക്ക്. കഴിഞ്ഞ തവണ 2019 BJPയുടെ ആകെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് തന്നെ 51%. അല്ല, ഞാൻ പറയുന്നത് ഓരോ മണ്ഡലങ്ങളിൽ. ഇപ്പോൾ ഇവിടെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ പലമാവ് മണ്ഡലം എടുത്തു നോക്കിയാൽ അവിടെ നമുക്ക് അവിടുത്തെ പിന്നെ വിഷ്ണുദയാൽ ജയിച്ചത് 4,77,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും അത് BJP അവിടെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം തിരിച്ചുപിടിക്കുക അത്ര എളുപ്പമല്ല. ഇനി നമുക്ക് ഈ ജംഷഡ്പൂർ വളരെ സുപ്രധാനമായൊരു മണ്ഡലമാണ്, മലയാളികൾക്കൊക്കെ അറിയാവുന്നൊരു സ്ഥലം. അവിടെ വിദ്യുത് ബാരൻ മഹന്തോ BJP സ്ഥാനാർത്ഥി ജയിച്ചത് 3 ലക്ഷത്തിലധികം വോട്ടുകൾക്ക്, 3,02,000 വോട്ടുകൾക്കാണ്. അത് മറികടക്കാൻ കഴിയുമോ? ഇപ്പോൾ റാഞ്ചിയിൽ പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി തന്നെ സഞ്ജയ് സേത്ത് ഇത്തവണ മത്സരത്തിൽ രംഗത്തുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷമാണ് ഞാൻ പറയുന്നത്, 2,83,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ധൻബാദ് മണ്ഡലത്തിൽ നോക്കൂ, 4,86,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ധൻബാദിൽ അവിടെ ജയിച്ചിട്ടുള്ളത്. പിന്നെ കൊഡർമ മണ്ഡലത്തിൽ അവിടെ അനുപമ ദേവി യാദവ് കഴിഞ്ഞ തവണ ജയിച്ചത് 4,55,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഛാത്രയിൽ 3,77,000, ഗോദയിൽ 1,84,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ഈ വോട്ട് ഇത്രയും മണ്ഡലങ്ങൾ, ഞാൻ പറയുന്നത് ഈ 5-6 മണ്ഡലങ്ങൾ തന്നെ അതിജീവിക്കണമെങ്കിൽ ഒരു 3-4 ലക്ഷം വോട്ടുകൾ അധികമായി കിട്ടിയാൽ മാത്രമേ അവിടെ ഇന്ത്യ മുന്നണി സഖ്യത്തിന് മുന്നേറാൻ കഴിയൂ എന്നതാണ് അവിടുത്തെ ഒരു വലിയ സാഹചര്യം. പിന്നെ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ ആശ്വാസമായിരുന്നത് അവിടെ നിന്ന് ഈ മധു കോടയുടെ ഭാര്യ ജയിച്ചു എന്നതാണ്. സിഗ്ബുങ് മണ്ഡലത്തിൽ നിന്ന് മധു കോടയുടെ ഭാര്യ ഗീത കോട വിജയിച്ചു. പക്ഷേ ഗീത കോട അവസാനം ആ പാളയം വിട്ട് അവർ കോൺഗ്രസ്സിലേക്ക് പോയി, BJPയിലേക്ക് പോയി, കോൺഗ്രസ്സിൽ നിന്ന് BJPയിലേക്ക് പോയി. മറ്റൊരു പ്രധാന വെല്ലുവിളി കൂടി ഇപ്പോൾ ഈ ഹേമന്ത് സോറൻ നേരിടുന്നുണ്ട്. ഷിബു സോറൻ്റെ മൂത്ത മകൻ ദുർഗാ സരൻ്റെ ഭാര്യ സീതാ സരൻ, അവർ JMM വിട്ട് BJPയിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ ഒരു ഗുണകരമായ ഒരു ഫാക്ടറായി അവിടെ മുന്നിൽ. പക്ഷേ ഇപ്പോൾ ഡൽഹിയിലെ സാഹചര്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ജാർഖണ്ഡിലെ സാഹചര്യവും നമ്മൾ കാണേണ്ടത്. അവിടുത്തെ മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എന്ന ഒരു വികാരമാണ് അവിടെ ഉള്ളത്. ആ നിലയിൽ ഇപ്പോൾ കേജ്രിവാളിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ആ ഘട്ടത്തിലെങ്കിലും, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലെങ്കിലും ജയിൽ മോചിതനായി എന്ന ഒരു സാഹചര്യമുണ്ട്. ജാമ്യം ലഭിച്ചു അദ്ദേഹത്തിന്. പക്ഷേ ആ നീതി പോലും ഹേമന്ത് സോറിന് കിട്ടുന്നില്ല എന്നതാണ് അവിടുത്തെ ഉയർത്തിപ്പിടിച്ചാണ് പ്രധാനമായും പ്രചാരണം നടക്കുന്നത്. അവർ അവിടെ വലിയ രീതിയിൽ അവർക്കൊരു സാന്നിധ്യമാകാനും കഴിയുന്നുണ്ട്. അവിടെ സാഹചര്യങ്ങൾ നോക്കണം. ഈ ട്രൈബൽ വോട്ടുകളൊക്കെ വളരെ നിർണായകമായ പ്രാദേശികമായ അത്തരം വികാരങ്ങളൊക്കെ ഉള്ള ഇടത്താണ് കേന്ദ്ര സേനകൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അവരുടെ മുഖ്യമന്ത്രിയെ തന്നെ വേട്ടയാടുന്നു എന്നൊരു ഫീലിംഗ് ജനങ്ങളിൽ ഉണ്ടാകുന്നു. ജാർഖണ്ഡിൽ ഒരു പ്രധാനമായും കുറേ ഫാക്ടേഴ്സ്. ഒന്ന്, ജാർഖണ്ഡിലെ പ്രധാന താരപ്രചാരകൻ നരേന്ദ്രമോദിയാണ്. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു താരപ്രചാരകനാകാൻ ഈ ഹേമന്ത് സോറനോ ഷിബു സോറനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് കോൺഗ്രസ്സാണ്. മറ്റൊരു പ്രധാന കാര്യം, ഹേമന്ത് സോറൻ്റെ അറസ്റ്റ് ഒരു ഇരവാദം JMM ഉന്നയിക്കുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകൾ തന്നെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. സീതാ സോറനെ പോലുള്ളവർ, അവരുടെ മക്കൾ ഒക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ഏത് തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാക്കും എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അഴിമതിയാണ് ആരോപണം.
അറസ്റ്റ് ഉണ്ടായി ജനുവരി 31-ന്. അപ്പോൾ സ്വാഭാവികമായും ഈ ഭൂമി തട്ടിപ്പ് കേസും അതുപോലെ ഈ കള്ളപ്പണക്ക് ഇടപാടും ഇത് രണ്ടും അവിടുത്തെ ഒരു പ്രധാന വിഷയമാണ്. അഴിമതി, സർക്കാരിൻ്റെ അഴിമതി വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ പൂജ സിംഗാലിനെ പോലെ അല്ലെങ്കിൽ ചാൽവി രഞ്ജനെ പോലുള്ള IAS ഉദ്യോഗസ്ഥരുടെ അഴിമതിയെ സംബന്ധിച്ചുള്ള വലിയ വാർത്തകൾ ഒരിടത്ത് വന്നു. പിന്നെ അനധികൃത ഖനനം അത് ഉയർത്തിക്കൊണ്ടുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടായി. പിന്നെ ഈ ഭൂമി ഇടപാടുകൾ വലിയ തോതിൽ തട്ടിപ്പ് നടന്നതിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടായി. ഒപ്പം ജാർഖണ്ഡിലുണ്ടായ മറ്റൊരു പ്രധാന വിഷയം അവിടുത്തെ നീതി നിർവഹണ സംവിധാനം തകർന്നു എന്നതാണ്. ലോ ആൻഡ് ഓർഡറാണ് BJP പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടുന്നത്. അതൊരു നിസാര സംഭവം പോലല്ല. അപ്പോൾ അവിടെ ഉണ്ടായ സംഭവം എന്തെന്ന് വെച്ചാൽ ഒരു വിദേശ വനിത അവരുടെ ഭർത്താവ് ഒന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ അവരെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ അവരെ അവിടെ ഉപേക്ഷിക്കുന്നു, പോലീസ് എത്തി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ CPM നേതാവായ സുഭാഷ് മുണ്ടയുടെ മരണം, അവരെ കൊല ചെയ്യപ്പെടുന്നു. അതുപോലെ ഈ കൊള്ള, അതുപോലെ ആളുകളിൽ നിന്ന് കൽക്കരി മറ്റു ഒക്കെ ആ മേഖലയിലുള്ള ആളുകളിൽ നിന്ന് വലിയ തോതിൽ പണം അപഹരിക്കാനുള്ള നീക്കം നടക്കുന്നു. അത് ഒരു പ്രധാന വിഷയമാണ്. മറ്റൊരു വിഷയം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത് ഈ തൊഴിലില്ലായ്മ എന്നതാണ്. അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളത് രാജ്യത്തെമ്പാടുമുണ്ട്. പക്ഷേ ജാർഖണ്ഡിൽ നിന്ന് ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് മറ്റുള്ള ഇടത്ത് പോലെയല്ല, ആളുകൾ കൂട്ടമായി സംസ്ഥാനം വിടുന്നു എന്ന ഒരു വലിയ വിഷയം അവിടെ നിൽക്കുന്നു. പിന്നെ അതുപോലെ ഈ മനുഷ്യക്കടത്ത് ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വലിയ വാക്കാണ് സ്ത്രീകളെ അവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്നു. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നിലവിലെ സർക്കാരിൻ്റെ ഒരു വികാരം ഇതൊക്കെ എങ്ങനെ പരിണമിക്കും എന്നത് നമുക്ക് നോക്കിക്കാണുന്നുണ്ട്. അതേസമയം JMMന് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു സർണ റിലീജിയസ് കോഡ്, അത് അവിടുത്തെ ഒരു പ്രാദേശികമായ അതൊരു മതം ആയി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഒരു വലിയ പിന്തുണ അവിടെ ഉണ്ട്. അത് ഈ 2020 ഒരു റെസൊല്യൂഷനായി ഇത് പാസ്സായതാണ്. അത് രാഷ്ട്രപതിക്ക് അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ സർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പ്രത്യേക മതം നൽകുക എന്നത് അവിടെ ഒരു വലിയ വിഷയമായി വരുന്നു. അത് ഒപ്പം JMMൻ്റെ ഒരു പിന്തുണയുണ്ട്. ഒപ്പം ഈ കത്തിയാൻ പിന്നെ ഡൊമസൈൽ പോളിസി എന്ന് പറയുന്നത് അവിടുത്തെ 1932 തൊട്ട് അവിടെയുള്ള ആളുകൾക്ക് അവരെ പ്രാദേശിക വാസികളായി കണ്ടുകൊണ്ട് അവർക്ക് ജോലിയിലും തൊഴിലിലും കൂടുതൽ അവസരം നൽകണം എന്നൊരാവശ്യം JMM ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ഗവർണർക്ക് മുന്നിൽ പെൻഡിങ്ങാണ്. അത് ആ പ്രാദേശികമായ ആളുകൾ ഈ ആവശ്യം ഉന്നയിക്കും. കാരണം ഈ ജാർഖണ്ഡിൽ ഇപ്പോൾ വിദ്യാഭ്യാസം കൂടിയ ആളുകളൊക്കെ ജോലി ഒരു വലിയ വിഷയമായി അവർക്ക് മുന്നിൽ വരികയാണ്. അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ JMM പറയുന്നത് സ്വകാര്യ മേഖലയിൽ പോലും അവിടുത്തെ ആളുകൾക്ക് പ്രാതിനിധ്യം കൊണ്ടുവരുന്ന ഒരു നിയമമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൊമസൈൽ പോളിസിയെ എങ്ങനെ BJP അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്നില്ല എന്നത് തെരഞ്ഞെടുപ്പിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടും മറ്റും ഒക്കെയുള്ള കേന്ദ്ര നിയമങ്ങൾ അല്ലെങ്കിൽ BJPയുടെ നിലപാടുകളൊക്കെ ജനങ്ങളിൽ നിന്ന് BJPയെ അകറ്റാൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന രഘുബർ ദാസ്, അദ്ദേഹം ഈ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗക്കാരായ ആളുകളുമായി ഉള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അതൊക്കെ ആ വിഭാഗത്തെ അവരിൽ നിന്ന് അകറ്റുന്നു എന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു BJPയെ സംബന്ധിച്ച്. പക്ഷേ അതൊക്കെ മറികടക്കാനുള്ള പരിഹാര ക്രിയകൾ BJP ഒരു പരിധി വരെ ചെയ്തിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയത് പോലും അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് അത്തരമൊരു തീരുമാനം ഉണ്ടാകുന്നത്. ശാന്താൾ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ബാബുലാൽ മറാണ്ടിയെ BJP സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്നു. അപ്പോൾ അത് എത്രമാത്രം പരിഹരിക്കപ്പെട്ടു എന്നതൊരു വലിയ വിഷയമാണല്ലോ മനു. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കി തൊട്ടടുത്ത ഏതാണ്ട് 6 മാസം പോലും ഇല്ലാതെ ഉടനെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് അടിപതറുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട മേഖലകൾ ഈ SC/ST വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ സംവരണം ചെയ്യപ്പെട്ടുള്ള മണ്ഡലങ്ങളാണ്. BJPക്ക് നഷ്ടം വന്നതിൽ ഏറെ. സ്വാഭാവികമായും ഇത്തവണ അതിനൊരു ഗ്രീവിയൻസ് റിഡ്രസൽ എന്ന തരത്തിൽ ഈ ട്രൈബൽ വിഭാഗങ്ങളുടെ വിഷയം വലിയ തോതിൽ പ്രധാനമന്ത്രി ഏറ്റെടുത്ത് ചെയ്തിരുന്നു. ഈ ട്രൈബൽ വിഭാഗങ്ങളുടെ ഒരു ആളാണ് താൻ എന്ന് കാണിക്കാനൊക്കെയുള്ള ചില പദ്ധതികൾ അവിടെ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പ്രചാരണം അദ്ദേഹം നടത്തിയിരുന്നു. മാത്രമല്ല ഈ ബിർസ മുണ്ട മെമ്മോറിയൽ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ ദിനത്തിൽ
ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള വലിയ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം, ഇതൊക്കെ അവിടെ ഒരു പക്ഷേ ഇത് മറികടക്കാൻ എത്രമാത്രം സഹായിക്കും എന്നത് നമുക്ക് കണ്ടറിയണം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ വിഷയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4-3 ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. അത് അത്രയും വോട്ടുകൾ മറിച്ച് കൊണ്ടുവരിക എന്നത് അത് ഒരു എളുപ്പമല്ല. മാത്രമല്ല ഇപ്പൊ ഹേമന്ത് സോറന്റെ അറസ്റ്റ് പോലും ഈ ആദിവാസി വിഭാഗക്കാർക്കെതിരായ നിലപാടുകളുടെ ഭാഗമാണ് എന്ന തരത്തിലാണ് JMM പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ അല്ല, അവിടുത്തെ ഒരു വലിയ വോട്ട് ബേസ് ട്രൈബൽ വോട്ട് ബേസ് തന്നെയാണ്. അപ്പോൾ അവരുടെ പിന്തുണ നേടാനൊക്കെ ഉള്ള ശ്രമം എല്ലാ തരത്തിലും ആളുകൾ നടത്തും. അത് സ്വാഭാവികമാണ്. അതാണ് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഒരു പിന്നോക്ക വിഭാഗക്കാരനെതിരെയുള്ളൊരു ഇതാണ് എന്ന് പറയുമ്പോൾ, മറുവശത്ത് അതേ ഷിബു സോറൻ്റെ മറ്റൊരു മകൻ്റെ ഭാര്യയെ നിർത്തി BJP അത് പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് എത്രമാത്രം വിജയം കാണും എന്നത് നമുക്ക് പറയാനാവില്ല. ഏതായാലും നിരവധി സിറ്റിംഗ് MLA-മാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്നു എന്നതാണ് ഒരു പ്രധാന കൗതുക വിഷയമാകുന്നത്. അപ്പോൾ ഈ അവിടുത്തെ ഒരു ഷിക്കാരിപൂരി MLA ആയ നളിൻ സോറൻ, അദ്ദേഹം ദുംക മണ്ഡലത്തിൽ അദ്ദേഹമാണ് ഇത്തവണ പിന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അതുപോലെ തുണ്ടിയിൽ ഉള്ള MLA മധുര മഹന്തോ അവിടെ ഗിരിദിഹിൽ അവിടെ എത്തുന്നു. അതുപോലെ മനോഹർ പൂർ MLA ജോബ മാഞ്ചി അവിടെ സിംഗ്ബം മണ്ഡലത്തിൽ എത്തുന്നു. അങ്ങനെ BJPയും നിരവധി ഇത്തരത്തിലുള്ള MLA-മാരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കുന്നു. 3 MLA-മാരെ BJP ഇറക്കുന്നു. JMM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പക്ഷം വന്ന് 2 പേർ വിമതരായും അവർ കളത്തിൽ ഇറങ്ങി എന്നത് അവിടെ ഒരു പ്രശ്നമായി വരുന്നു. അതേസമയം BJP-ക്കകത്ത് ഈ നേതൃത്വത്തിൻ്റെ ഒരു അപാകതയാണോ ഇത്രയും MLA-മാരെ 3 പേരെയൊക്കെ കളത്തിലിറക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന ചോദ്യം വരുന്നു. കോൺഗ്രസിനകത്തും ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ട്. കോൺഗ്രസ് MLA-യും അവിടെ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇപ്പോൾ ലോക്സഭയിലേക്ക് വരുന്നുണ്ട്. ജയപ്രകാശ് ഭായ് പട്ടേലും ഒക്കെ മത്സരരംഗത്തുണ്ട്. മനു, ഇവിടെ BJP നേരിടുന്ന 2 വൈരുദ്ധ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, കുടുംബാധിപത്യത്തിനെതിരെ ജാർഖണ്ഡിൽ BJP സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഷിബു സോറന്റെ തന്നെ മകൾ സിതായെ അവർ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു. അതൊരു കാര്യം. മറ്റൊന്ന് അഴിമതിയാണ്. ഹേമന്ത് സോറനെതിരെ വലിയ അഴിമതി പറയുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നു. അഴിമതി വലിയ വിഷയമായി അവിടെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഈ സിതയ്ക്കെതിരെയും പലതരത്തിലുള്ള കേസുകളുണ്ട്. അതും അഴിമതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് BJP-യെ സംബന്ധിച്ചത് ന്യായീകരിക്കുക, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുക? അല്ല, അവർക്കും ഇത് അഴിമതി എന്ന് പറയുമ്പോൾ തന്നെ അത് രേണു ചൂണ്ടിക്കാണിച്ച വളരെ സുപ്രധാനമായ കാര്യമാണ്. ഈ ക്യാഷ് ഫോർ വോട്ട് എന്ന ഒരു അഴിമതി അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ അഴിമതി അതുപോലെ തന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിന്ന് പണം പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒക്കെയുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഒക്കെയുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്നവരാണ് അവരും. അപ്പോൾ രണ്ടുപേരും അഴിമതി ഈ ആരോപണങ്ങൾ നേരിടുന്നവരാണ്. ഇതിൽ അന്തിമമായി ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുക? ഏതായാലും ഈ ജമ്മ, ദുംക, ബർബൈത്തൊക്കെ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള ആ ഒരു ആധിപത്യം ആർക്ക് കിട്ടും എന്നത് ഒരുപക്ഷെ ഈ വിഷയത്തിൽ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലൂടെ പ്രതിഫലിക്കും. ഹേമന്ത് സോറന്റെ അറസ്റ്റിന് ശേഷം JMM-നെ സംബന്ധിച്ച് കൽപ്പന സോറൻ ഒരു പക്ഷേ മുഖ്യമന്ത്രിയായേക്കും എന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒരു പരിധിവരെ ചർച്ചകൾ അങ്ങനെ പോയതാണ്. പക്ഷേ ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ മൂലമാണ് അത് ഒഴിവായത്. പക്ഷേ അതിനുശേഷവും അവർ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ വലിയ രീതിയിൽ ഈ സാഹചര്യത്തെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താനും അവരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞ സാഹചര്യമുണ്ട്. JMM ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കൽപ്പന സോറന്റെ വളർച്ചയിൽ അവർക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? അല്ല, അവരെ മറുവിഭാഗം അവരുടേത് മുതലക്കണ്ണീരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സീതാ സോറൻ എത്തി. അവർ പിന്നെ ഇപ്പം നടത്തുന്നത് ഒരു മുതലക്കണ്ണീരാണ്. അതേസമയം തൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച് ഉള്ള താനാണ് കുടുംബത്തിലെ ആദ്യത്തെ മരുമകൾ, അതുകൊണ്ട് തനിക്ക് പ്രാതിനിധ്യം കിട്ടണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അവരും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ MLA-മാർ ഇവർ രണ്ടുപേർക്കും കാര്യമായി പിന്തുണ നൽകിയില്ല എന്നതാണ് ഈ കഴിഞ്ഞ ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം. കാരണം കൂടുതൽ MLA-മാർ വലിയൊരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എന്ന നിലയിൽ അവരവിടുത്തെ ജാർഖണ്ഡ് ടൈഗർ എന്നൊക്കെ വിളിക്കുന്ന ചമ്പൈ സോറനെ അവിടെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു പൊതു തീരുമാനം എടുത്തു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിലൊക്കെ പടനയിച്ച ആളാണ്. ജാർഖണ്ഡ് ടൈഗർ എന്ന പേരൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആ ഒരു നീക്കം ഒരു പക്ഷേ ഒരു എഡ്ജ് JMM-ന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു വോട്ട് മറിക്കൽ ഉണ്ടാക്കാൻ
മാത്രമുള്ള ഒരു പ്രോമിനൻസ് അവിടെ ഉണ്ടോ എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഒരു ചോദ്യം. ജാർഖണ്ഡിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ബി ജെ പിയുടെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ ഒരു ആവർത്തനം ഇവിടുത്തെ കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ 2019 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് AJSUവിനെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് BJP മനസ്സിലാക്കുന്നു. ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അത് പൂർണ്ണമായും ഒഴിവാക്കി, അല്ലെങ്കിൽ ആ സാഹചര്യം മനസ്സിലാക്കി അതിനൊരു ട്രീറ്റ്മെൻറ്റ് BJP ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ? ആ സഖ്യം പൂർണ്ണ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്ന് നമുക്ക് കരുതാം. അല്ല, അതിപ്പോൾ ഇവർക്ക് ആകെയുള്ള ഒരു സീറ്റ് കഴിഞ്ഞ തവണയും അവർ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണല്ലോ ഗിരിദിൽ. അപ്പോൾ ഗിരിദിൽ AJSUവിന് ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ അവർക്ക് ഇത്തവണയും സീറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് AJSUവിന് അതിനപ്പുറത്തേക്കുള്ളൊരു വലിയ എന്താണ് ശിവസേനയോടും മറ്റ് ഇടങ്ങളിലൊക്കെ ഒപ്പം നിന്നവരോട് ചെയ്തത്, അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് ആരും വളരണ്ട എന്ന തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത്? അതാണ് അവിടെ AJSU. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, 3 സീറ്റിലേ ഇവർക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 81 ഇടത്ത് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. AJSUവിന് ജയിക്കാൻ കഴിഞ്ഞ 3 ഇടത്താണ്. അപ്പോൾ അവർക്ക് ആ ഒരു സീറ്റിനല്ലേ അർഹത കൊടുക്കാൻ ഉള്ളൂ. BJP 26 ഇടത്ത് ജയിച്ചു ഈ ഇതിനെതിരേക്ക് വരുമ്പോഴും. പിന്നെ ഉള്ളത് ഒരു NCP ശരത് പവാർ എതിർത്ത് നിൽക്കുന്ന അജിത് പവാർ വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും AJSUവിന് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതേസമയം ജാർഖണ്ഡിൽ JMMന് വലിയ ഒരു ശക്തി അവിടെ തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഒന്ന് ആലോചിക്കേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. BJPക്ക് 26 സീറ്റുണ്ട്. കോൺഗ്രസിന്റെ കൂടി ഒരു പിന്തുണയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് അവിടെ. ശരി, എന്തായാലും ഇന്ത്യ മുന്നണി എങ്ങനെ അവർക്ക് അല്പം പ്രതീക്ഷയുള്ള ഇടമാണ്. അവിടെ നേട്ടമുണ്ടാക്കുമോ അതോ BJP ആധിപത്യം നിലനിർത്തുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. നമുക്ക് തിരിച്ചെത്താം ചെറിയ